മംഗളൂരു പ്രഷർ കുക്കർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ 18 ഇടങ്ങളിൽ പോലീസിന്റെയും NIAയുടെയും പരിശോധന. മംഗളൂരുവിലും മൈസൂരുവിലുമാണ് NIA പരിശോധന നടത്തുന്നത്. കേസിൽ പ്രതിയായ ഷാരിഖിന്റെ ബന്ധുവീടുകളിലും പോലീസ് റെയ്ഡ് നടത്തി. അതേസമയം മംഗളൂരു സ്ഫോടനത്തിന് മുൻപ് പ്രതികൾ ട്രയൽ നടത്തിയതായി കണ്ടെത്തി. ഷിമോഗയ്ക്ക് സമീപം തുംഗ നദിക്കരയിലാണ് ട്രയൽ സ്ഫോടനം നടത്തിയത്. ഷാരിഖിന് കോയമ്പത്തൂർ സ്ഫോടനത്തിനും പങ്കുണ്ടെന്നാണ് കർണാടക പോലീസിന്റെ കണ്ടെത്തൽ. പ്രധാന സൂത്രധാരൻ അബ്ദുൾ മദീൻ താഹ ദുബായിലിരുന്നാണ് ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചതെന്നും പോലീസ് കണ്ടെത്തി. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ബോംബ് ഘടിപ്പിച്ച ബാഗുമായി ഷാരിഖ് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കോയമ്പത്തൂർ സ്ഫോടനത്തിലെ ചാവേർ ജമേഷ മുബിനുമായി ഷാരിഖ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. തമിഴ്നാട്ടിലെ സിംഗനെല്ലൂരിലെ ലോഡ്ജിൽ ദിവസങ്ങളോളം തങ്ങി. കോയമ്പത്തൂർ സ്ഫോടനത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഇരുവരും വാട്സാപ്പ് സന്ദേശങ്ങൾ കൈമാറി. മംഗളൂരുവിലെ നാഗുരി ബസ് സ്റ്റാൻഡിൽ സമാനമായ സ്ഫോടനത്തിനായിരുന്നു പദ്ധതി. ദുബായിൽ നിന്ന് ഇരുവർക്കും അബ്ദുൾ മദീൻ താഹ എന്നയാൾ പണം അയച്ചതിന്റെ വിശദാംശങ്ങളടക്കം പോലീസിന് ലഭിച്ചു. മംഗളൂരു സ്ഫോടനത്തിന് 2 ദിവസം മുമ്പ് ഇയാൾ കർണാടകയിലെത്തി ഉടനടി ദുബായിലേക്ക് മടങ്ങിയെന്നാണ് കർണാടക പോലീസിന്റെ കണ്ടെത്തൽ. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അറാഫത്ത് അലി, മുസാഫിർ ഹുസൈൻ എന്നിവർക്കായും തെരച്ചിൽ ഊർജിതമാക്കി. വ്യാജ ആധാർ കാർഡും കോയമ്പത്തൂരിൽ നിന്ന് സംഘടിപ്പിച്ച സിം കാർഡും ഉപയോഗിച്ചായിരുന്നു ഷാരിഖിന്റെ പ്രവർത്തനം. പ്രേംരാജ് എന്ന പേരിലാണ് മംഗളൂരുവിൽ കഴിഞ്ഞിരുന്നത്. ആദിയോഗി ശിവ പ്രതിമയുടെ ചിത്രമായിരുന്നു പ്രൊഫൈലിലുണ്ടായിരുന്നത്. ഇഷ ഫൗണ്ടേഷൻ്റേത് എന്ന പേരിലൊരു വ്യാജ ഗ്രൂപ്പിലൂടെയായിരുന്നു പ്രവർത്തനം. ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങി മൈസൂരുവിലെ വാടക വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചത്. വലിയ സ്ഫോടനം ലക്ഷ്യമിട്ട് പ്രഷർ കുക്കർ ബോംബുമായി ബസ്സിൽ മംഗളൂരുവിലെത്തി ഓട്ടോയിൽ പോകുന്നതിനിടെയായിരുന്നു സ്ഫോടനം. ഷെക്കേന ന്യൂസ്, മംഗളൂരു.